വിവിധ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തുറമുഖം വകുപ്പ് വരുന്ന സമയത്ത് മിനിസ്റ്റർ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, ആ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യുന്നതിലും നല്ലത് CPM തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് എന്ന് ഞാൻ കേട്ടിരുന്നു. അത് ശരിയാണോ മിനിസ്റ്റർ? അതൊക്കെ വകുപ്പുകൾ നൽകേണ്ടതും ആർക്ക് നൽകണം, ഏത് വകുപ്പ് നൽകണം എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരി മുഖ്യമന്ത്രിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതാണ് തീരുമാനം. ആഗ്രഹങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നുമല്ല. ഞാൻ ഇത് മൂന്നാമത്തെ തവണയാണ് മന്ത്രിസഭയിൽ അംഗമാകുന്നത്. ആദ്യം നമ്മുടെ VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ, അന്ന് ദേവസ്വവും പ്രിൻറ്റിംഗ് അസോസിയേഷനും ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ശരി എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 5 വർഷക്കാലം ആ വകുപ്പ് കൈകാര്യം. അതിന് ഇന്നത് വേണമെന്നും ഇത് കൂട്ടിച്ചേർക്കണമെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ തീരുമാനിപ്പിക്കാറുണ്ട്, അതാണ് എന്നതല്ലാതെ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം അതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ അനുബന്ധമായ കാര്യങ്ങളോ പറയുന്ന ഒരു നിലപാട് ഞാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ഏത് വകുപ്പായിരുന്നാലും ശരി, ആ വകുപ്പിനോട് പൂർണ്ണമായും ആ വകുപ്പിനോട് നീതി പുലർത്തുക, വിശ്വാസ്യത, സത്യസന്ധത, പ്രതിബദ്ധത ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കഴിവുകൾ, പരിമിതമായ കഴിവുകൾ വെച്ചുകൊണ്ട് ആ വകുപ്പുകൾ നടത്തുക, വിജയകരമായി നടത്താൻ ശ്രമിക്കുക, ആത്മാർത്ഥമായി ശ്രമിക്കുക എന്നതാണ് ഞാൻ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു സംവിധാനം. ഒരു മുഴുവൻ ടേം ഇല്ലല്ലോ, പകുതിയാണല്ലോ. അപ്പോൾ ഈ പകുതി കാലത്ത് എന്തൊക്കെ പൂർത്തിയാക്കാനൊരു വലിയ ഒരു ആലോചനയൊക്കെ നടത്തിയിട്ടുണ്ടോ? അതുപോലെ ഈ പറയുന്ന വകുപ്പുകളിൽ പുതുതായിട്ട് വന്നത് രജിസ്ട്രേഷൻ വകുപ്പാണ്. അത് അനുബന്ധമായിട്ടുള്ളത് പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പാണ്. അത് ഞാൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മന്ത്രിസഭയിലും അത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. പുതുതായി ലഭിച്ചതാണ് നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പ്. ആ രജിസ്ട്രേഷൻ വകുപ്പാകട്ടെ അത് കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന സ്രോതസ്സുകളിലൊന്നാണ് ഈ രജിസ്ട്രേഷൻ വകുപ്പ്. സ്വാഭാവികമായും ആ പ്രവർത്തനങ്ങൾ അതിൻ്റെ വിലയിരുത്തുകയും പഠിക്കുകയും അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരുമായി സംസാരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ട് ആ തലങ്ങളിലും ഏതെല്ലാം കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം കഴിയണം എന്നതിനെക്കുറിച്ചുള്ളൊരു രൂപരേഖ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അതിൻ്റെ സുതാര്യത, അതിൻ്റെ സത്യസന്ധത എല്ലാ നിലയിലും ജനോപകാരപ്രദമായ നിലയിൽ പ്രവർത്തിക്കുക.